അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നൊരു ഫ്രൈഡേ റുട്ടീൻ ആട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇന്നും ഞാൻ ഒരു 4 മണി 4:30 എഴുന്നേറ്റിട്ട് നേരെ തഹജ്ജുദ് നിസ്കരിക്കാനായിട്ട് പോകും. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയിട്ട് അപ്പോഴേക്കും ബാങ്ക് കൊടുക്കും കേട്ടോ. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മോനെ വിളിച്ചെണിപ്പിച്ച് അവനെ പള്ളിയിൽ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ അടുക്കളയിലേക്ക് പോകും കേട്ടോ. അടുക്കളയിലേക്ക് പോയിട്ട് ആദ്യം തന്നെ ചെയ്യണത് വെളുത്തുള്ളി തേനിലായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറയുന്നത്. അപ്പം ഞാനങ്ങനെ അത് കഴിക്കും. അത് കഴിച്ചിട്ട് നേരെ ഒരു വിത്തൗട്ട് കട്ടൻ ചായ കുടിക്കും കേട്ടോ. എന്നിട്ട് പുറത്തേക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങി. ഒരിക്കലും അങ്ങ് പുറത്തിറങ്ങാറില്ല. രാവിലെ നേരെ അടുക്കളയിൽ എല്ലാവർക്കും പണിയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു മോർണിംഗ് വ്ളോഗൊക്കെ എടുക്കാനായിട്ടാണ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയത്. എന്നിട്ട് നേരെ വന്നു ജനലൊക്കെ അങ്ങ് തുറന്നിട്ടു. എന്നിട്ട് പൂച്ചയുടെ നേരെ നോക്കാൻ പറഞ്ഞു. അവൻ നേരെ നോക്കിയതാട്ടോ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നേരെ ടെറസിലേക്കായിട്ട് പോയിട്ടോ. അവിടെ ചെന്ന് ഒരിക്കലും ഞാൻ പുറത്ത് അങ്ങനെ രാവിലെ തന്നെ പോകാറില്ല. അപ്പോൾ ഇന്നങ്ങനെ തോന്നി, അങ്ങനെ പോയതാണ്. അവിടെ ചെന്ന് ഫുള്ള് കാണാം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ എല്ലാ ഭാഗമൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നല്ല ആകാശവും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. എന്നിട്ട് പാർക്കപ്പുറത്ത് നിന്ന് എനിക്കൊരു പോത്തുണ്ട്. അപ്പോൾ ആ പോത്തിനെ ഇടാന്ന് വിളിക്കും. അവൻ അപ്പം തന്നെ വിളിയേക്കൂട്ടോ, നോക്കൂട്ടോ, വിളിയേക്കുകയും ചെയ്യും. പുറത്തുനിന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയാട്ടോ, നല്ല വൈബാണ്. രാവിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പാർക്കപ്പുറത്ത് പോകുന്നത്. അങ്ങനെ നേരെ തിരിച്ചിറങ്ങി വരും കേട്ടോ. ഇറങ്ങി വന്നപ്പോഴാണ് അബിയു സ്റ്റെപ്പിൻ്റെ ചേർന്നാണ് നിൽക്കണേ. അപ്പോൾ അബിയു ഒന്ന് നോക്കി എത്രയായി നോക്കിയപ്പോൾ എന്നാ ഒരു നാരങ്ങ വലിപ്പത്തിനായിട്ടോ. ഈ വർഷം പെരുത്ത് കാച്ചിട്ടുണ്ട് എൻ്റെ അകത്ത്. കുറച്ച് ദിവസം മഴ നിൽക്കുകയാണെങ്കിൽ ഒരു 10-15 കിലോയെങ്കിലും ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഒരു 5 കിലോ പോലും ഉണ്ടായില്ല കേട്ടോ. ഇപ്രാവശ്യം ഒരു 10-15 കിലോയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ആത്തപ്പഴം പഴുത്തോന്ന് നോക്കാൻ പോയി. അത് പഴുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ രാവിലെ തന്നെ കിളികൾ വന്നു. എല്ലാം കാന്താരിപ്പഴമാണെന്ന് ഓർത്ത് അത് പറിച്ചുകൊണ്ട് പോകും കേട്ടോ. വെളുപ്പിന് വന്ന് പറിക്കുവാണെങ്കിൽ അത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട്, ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഈ ആത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നല്ല മധുരം കേട്ടോ. പഞ്ചസാര മാറിയിരിക്കും, അതുപോലത്തെ മധുരം കേട്ടോ. ഞങ്ങൾ എന്ത് കഴിച്ചാലും അതിനു മുമ്പ് മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കും കേട്ടോ. പുളിയുള്ള എന്ത് കഴിച്ചാലും, പുളിയെന്നല്ല, ഫ്രൂട്ട്സ് എന്ത് കഴിച്ചാലും നല്ല മധുരം കേട്ടോ. അങ്ങനെ നേരെ പിള്ളേർക്കൊക്കെ നേരെ കയറി വന്ന് പിള്ളേരുടെ എന്നിട്ട് മക്കളുടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് നേരെ എന്നിട്ട് ക്ലീനിങ്ങിനായിട്ട് പോയിട്ടോ. മക്കളെ പറഞ്ഞു വിട്ടിട്ട് നേരെ ക്ലീനിങ്ങിനായിട്ട് കയറി. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്സവപ്പറമ്പ് പോലെയാട്ടോ ഇതൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഫുള്ള് നന്നാക്കണമെങ്കിൽ 2 മണിക്കൂർ വീടിൻ്റെ അകത്ത് നല്ല പണിയുണ്ട് കേട്ടോ മക്കൾ പോയി കഴിഞ്ഞാൽ. അങ്ങനെ എല്ലാം ക്ലീനാക്കി. പിന്നെ എനിക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പണികളൊന്നും അങ്ങനെ ചെയ്യാറില്ല. കൂടുതലും പ്രെയർ ടൈമായിട്ട് ഞാൻ അങ്ങ് പോവുള്ളൂ കേട്ടോ. കൂടുതലും ഫ്രൈഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസമൊന്നും സമയമില്ല. അതുകൊണ്ട് ഫ്രൈഡേ മാത്രം രാവിലെ തന്നെ എല്ലാ പണിയും തീർത്ത് പ്രയറിലേക്ക് അങ്ങോട്ട് കയറും. പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, കുളിച്ചു, ദുഹാ നിസ്കരിച്ചു, പിന്നെ കഹ്ഫ് സൂറത്ത് ഓതി, അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് ചീരയിലേക്ക് തോരൻ വെച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും.